ഹലോ ഫ്രണ്ട്സ്, സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളിലെ ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ അച്ചുവിന് ആദ്യം ഫുഡൊക്കെ ഉണ്ടാക്കണം. അവൾക്ക് ഇന്ന് സ്കൂളിലേക്ക് ഇഡ്ഡലിയും ചട്നിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കഴിക്കാൻ പഴം വാട്ടിയതും മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ട് കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഫിദുവിന് പനിയൊക്കെ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ അവനൊക്കെ സുഖമായിട്ട് അൽഹംദുലില്ലാ അവന് ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. എറണാകുളത്തേക്ക് പോയി. പിന്നെ അനീഫ്ഖൻ്റെ ഉപ്പ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് ചെറുതായിട്ട് ഫ്രാക്ചറും അതുപോലെ മേലാകെ മുറികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ബെഡ് റെസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്താണിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഓരോരോ തിരക്ക് കാരണം വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അങ്ങനെയൊക്കെ കൂടി ആയിട്ട് വീഡിയോ ഒരുപാട് പുറകിലാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സംസാരത്തിനിടയ്ക്ക് ഞാൻ അച്ചുവിന് രാവിലെ പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കാടമുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അവൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും ചുട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചട്നിക്ക് ഞാൻ തേങ്ങ, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പകുതി സവാള, കറിവേപ്പില ഇത്രയും ചേർത്ത് അരച്ചെടുത്താണ്. പിന്നെ പൊട്ടുകടലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. തിളയ്ക്കണ്ടേ. അതേസമയം തന്നെ അച്ചുവിന് കഴിക്കാൻ വേണ്ടിയിട്ട് പഴം വാട്ടിയെടുക്കുന്നുണ്ട്. അച്ചുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നെയ്യിൽ വാട്ടി കൊടുത്താൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഷിനുവിൻ്റെ മദ്രസയിലെ ഉസ്താദ്മാർക്ക് ചിലവുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേറെയും ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ അച്ചുവിനെ ഒരുക്കുന്ന സമയത്ത് ഉമ്മച്ചിതാ ബീഫ് കറി വെക്കുന്നുണ്ട്. ഈ ബീഫ് മുളകിട്ടത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഈ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, എന്നാലും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അങ്ങനെ ഉമ്മച്ചി കറിയാക്കുന്ന സമയത്ത് തന്നെ ഞാൻ അച്ചുവിന് ലഞ്ചൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അച്ചുവിനെ പറഞ്ഞയച്ചു. ഇനിയിപ്പോൾ അപ്പോഴേക്ക് ബീഫൊക്കെ മുളകിട്ടത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പത്തിരിപ്പൊടി വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി അത് പരത്തി തരുന്നുണ്ട്. പിന്നെ ഞാൻ അതിനിടയ്ക്ക് നേരത്തെ ഇഡ്ഡലി ചുട്ടെടുത്ത മാവിൻ്റെ ബാക്കിയില്ലേ, അതുകൊണ്ട് തട്ടുദോശ റെഡിയാക്കുന്നുണ്ട് ഉസ്താദുമാർക്ക്. അതിലേക്ക് ചട്നിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പത്തിരിയിലേക്ക് ബീഫ് കറി ഉണ്ടല്ലോ, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ മസാല പുരട്ടി വെച്ചിട്ടും കൂടെ ഉണ്ട്. നല്ല സോഫ്റ്റ് തട്ടുദോശ ഇവിടെ റെഡി ആകുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ആയപ്പോഴേക്ക് ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നു. 9:15 ആകുമ്പോഴേക്ക് ഉസ്താദ്മാർ വരുമെന്ന് പറഞ്ഞിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തട്ടുദോശ, ചട്നി, ചിക്കൻ ഫ്രൈ, നമ്മുടെ ബീഫ് കറി, പിന്നെ പത്തിരിയൊക്കെ എടുത്ത് വെച്ചു. ഏകദേശം 9:15 ആയപ്പോഴേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.